أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. اللهم صل وسلم وبارك عليه. അൽ വസ്നു ഥാനി, രണ്ടാമത്തെ വസ്ന് തഫാഅല. തഫാഅല എന്നുള്ളതാണ് സുലാസി മസീദ് ഫീഹി ആണ് നമ്മൾ പറയുന്നത്. അതിൽ 5 അക്ഷരം സായിദയുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. 5 അക്ഷരം സായിദയുള്ളത്, അല്ല 5 അക്ഷരമല്ല, 2 അക്ഷരം സായിദുള്ളത്. അപ്പോൾ ടോട്ടൽ 5 അക്ഷരമാണ്. അപ്പോൾ അത് തുടക്കത്തിൽ താ ഉള്ളത് ഉണ്ട്, തുടക്കത്തിൽ ഹംസയുള്ളതും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. തുടക്കത്തിൽ താ ഉള്ളത് 2 എണ്ണമാണ്. അത് ഒന്നാമത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, തഫഅല. ഇനി രണ്ടാമത്തത് പറയാണ്, തുടക്കത്തിൽ താ ഉള്ള 2 അക്ഷരം സായിദയുള്ള ടോട്ടൽ 5 അക്ഷരമുള്ള ഭാഗത്ത് നമ്മൾ പറയുകയാണ് അൽ വസ്നു അസ്സാനി തഫാഅല. തഫാഅല ബിസിയാദത്തി താഇ വൽ അലിഫി, താഉം അലിഫും വർദ്ധിപ്പിച്ചുകൊണ്ട്. താഉം അലിഫും വർദ്ധിപ്പിച്ചുകൊണ്ട്. യുഖാലു ലഹു, അതിന് പറയപ്പെടും ബാബു തഫാഉൽ. ബാബു തഫാഉൽ എന്നാണ് അതിന് പറയുക. ഓക്കെ. നഹ്വു തദാറുക്കി, തദാറുക്ക് എന്നതുപോലെ അതിനെ സർഫാക്കുന്നത്. തസ്രീഫുഹു, അതിനെ സർഫാക്കൽ. തദാറക യതദാറകു തദാറുക്കൻ. എന്താ ചോദിച്ചാ? ക്ലിയർ അല്ലേ? വോയിസ് ക്ലിയർ അല്ലേ? സ്ക്രീൻ എല്ലാം ഓക്കെ? യെസ്. തദാറക യതദാറകു തദാറുക്കൻ ഫഹുവ മുതദാരികുൻ. നേരത്തെ പഠിച്ചത് തന്നെ. വതുദൂരിക യുതദാറകു തദാറുക്കൻ ഫഹുവ മുതദാറകുൻ. അൽ അംറു മിൻഹു തദാറക് ലിയതദാറക് ലിയുതദാറക് വന്നഹ്യു ലാ തതദാറക് ലാ യതദാറക് ലാ യുതദാറക്. ഇങ്ങനെ ഉള്ളൊരു ഭാഗം നമ്മൾ കഴിഞ്ഞ അജ്നാസു സൂറയിൽ പഠിച്ചതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ 2 ബാബിൽ നിന്നും പിരിഞ്ഞുണ്ടാകുന്ന 2 ബാബുകളാണ്. തഫഅലയിൽ നിന്നും തഫഅലയിൽ നിന്നും പിരിഞ്ഞുണ്ടാകുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എവിടെ? യെസ്. അൽ വസ്നാനി അൽ മുത്തഫർരിആനി മിൻ തഫഅല വ തഫഅല. തഫഅലയിൽ നിന്നും തഫാഅലയിൽ നിന്നും പിരിഞ്ഞുണ്ടാകുന്ന 2 വസ്നുകൾ. നാളേക്ക് വേറെ ഒരു മിനിറ്റ്. അപ്പൊ നോക്കേ, ഫർഉൻ തഫറഅ മിൻ ഹാദൈനിൽ വസ്നൈനി, ഈ 2 വസ്നിൽ നിന്നും പിരിഞ്ഞുണ്ടായിരിക്കുന്നു. ഏതാ 2 വസ്ന്? ഐ തഫഅല വ തഫഅല. ഇത് നമ്മളവിടെ പറഞ്ഞിരുന്നു കേട്ടോ, സൂറയിൽ, അജ്നാസ് സൂറയിൽ പറഞ്ഞിരുന്നു. പക്ഷെ അതിൽ ഏതൊക്കെ അക്ഷരം വന്നാലാണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അതിവിടെ കുറച്ച് വിശദീകരിച്ച് പറയാനാണ്. തഫഅലയിൽ നിന്നും തഫാഅലയിൽ നിന്നും പിരിഞ്ഞുണ്ടായിരിക്കുന്നു വസ്നാനി ആഖറാനി, 2 വ്യത്യസ്ത വസ്നുകൾ, 2 വേറെ വസ്നുകൾ ഉണ്ടായിട്ടുണ്ട്. വദാലിക, എങ്ങനെയാണത് 2 വ്യത്യസ്ത വസ്നുകൾ പിരിഞ്ഞുണ്ടാകുന്നത്? അത് അന്നഹു, തീർച്ചയായിട്ടും കാര്യം, ഇദാ കാന ഫാഉഹുമ, അവ രണ്ടിൻ്റെയും ഫാ ആയാൽ, അവ രണ്ടിൻ്റെയും ഫാ ആയാൽ, തഫഅല എന്നുള്ളതിലും തഫാഅല എന്നുള്ളതിലെയും ഫാ ഫീലായി, ഫാഇൻ്റെ സ്ഥാനത്ത് വരുന്ന ഫീലായി. എന്തായി? താഅൻ ഔ സാഅൻ,
ഔ ദാലൻ ഔ ദാലൻ ഔ സാഅൻ ഔ സീനൻ ഔ ഷീനൻ ഔ സാദൻ ഔ ലാദൻ ഔ താഅൻ ഔ ലാഅൻ. ഈ 11 അക്ഷരങ്ങളിൽപ്പെട്ട ഒന്നായി. താ, സാ, ദാല്, ദാല്, സാ, സീന്, ഷീന്, സാദ്, ലാദ്, താ, ലാ, ഇങ്ങനെ 11 അക്ഷരം. ഈ 11 അക്ഷരങ്ങളിൽപ്പെട്ട ഒന്നായി എങ്കിൽ ജാസ അനുവദനീയമാണ് ഹദ്ഫു കളയൽ ഹർക്കത്തിത്തായി താഇൻ്റെ ഹർക്കത്തിനെ കളയൽ അനുവദനീയമാണ് മിൻ അവലിഹിമ ആ രണ്ട് ബാബിൽ നിന്നുമുള്ള താഇൻ്റെ ഹർക്കത്തിനെ കളയാം. ശ്രദ്ധിക്കണേ, ഉദാഹരണം എടുക്കാം നമുക്ക്. തസമ്മല എന്നെടുത്തു. തസമ്മല എന്ന് അതിൻ്റെ ഫീല് നമ്മൾ ഈ പറഞ്ഞ 11 അക്ഷരങ്ങളിൽ ഒന്നാണ്. അല്ലേ 11 അക്ഷരങ്ങളിൽപ്പെട്ട ഒന്നല്ലേ ഫൈസ? എവിടെ? ജുമാന? യെസ്, അതിൽപ്പെട്ടതാ. അങ്ങനെ വരുന്ന സമയത്ത് തസമ്മല, തസാമല രണ്ടും കണക്കാക്കാം. തസാമല രണ്ടാവുമ്പോഴും അതിൻ്റെ താഇൻ്റെ ഹർക്കത്തിനെ കളയും. താഇനിക്കിപ്പോൾ ഫത്ഹാണ് ഹർക്കത്ത്, ആ ഹർക്കത്തിനെ കളഞ്ഞു സുക്കൂനായി. അപ്പോൾ തസമ്മല, തസാമല എന്നായി. മനസ്സിലായോ? തസമ്മല, തസാമല എന്നായി. ക്ലിയറായോ? അല്ലേ? അങ്ങനെയല്ലായത് ഹർക്കത്ത് കളഞ്ഞപ്പോൾ തസമ്മല എന്നത് ത് എന്നായി, തസമ്മല എന്നായി. തസാമല എന്നുള്ളത് തസാമല എന്നായി. ഓക്കെ അല്ലേ? വ ഇദ്ഗാമുഹുമ അവ രണ്ടിനെയും, ആ രണ്ട് താഇനെയും ഇദ്ഗാം ചെയ്യലും അനുവദനീയമാണ്. ഫിൽ ഫാഇ ഫാഇൽ ഇദ്ഗാം ചെയ്യുക. ബഅദ ഖൽബിഹാ മിസ്ല മാ ബഅദഹ ആ താഇന് ശേഷമുള്ളത് പോലെ അതിനെ മറിച്ചതിന് ശേഷം. അപ്പോൾ തസമ്മല ആ ത് എന്നതിനെ അതിന് ശേഷമുള്ള സാ ആക്കി മറിച്ചു. അപ്പോൾ സമ്മല എന്നായി, സാമല എന്നായി. എന്നിട്ട് മറിച്ചതിന് ശേഷം സുക്കൂനുള്ള സാ, ഇവിടെ സാ ഹർക്കത്തുള്ള സായിൽ ഇദ്ഗാം ചെയ്തു. അപ്പോൾ സമ്മല എന്നായി, സാമല എന്നായി. ഓക്കെ ആണോ? അതുവരെ ഓക്കെ ആണോ? ഓക്കെ ആണോ? എവിടെ? വേം പറ ഫൈസ. യെസ്. അപ്പോൾ തസമ്മല എന്നത് ത് സമ്മല എന്നായി, തസാമല എന്നുള്ളത് ത് സാമല എന്നായി. എന്നിട്ട് ആ താഇനെ ശേഷമുള്ള ഫാ ആക്കി മറിച്ചു, സമ്മല എന്നായി. എന്നതിനെ ഇദ്ഗാം ചെയ്തു, സമ്മല എന്നായി. തീർന്നിട്ടില്ല. അതുപോലെ എന്തും അനുവദനീയമാണ്. വജ്തിലാബു ഹംസത്തിൽ വസ്ലി വസ്ലിൻ്റെ ഹംസയെ കൊണ്ടുവരലും അനുവദനീയമാണ്. അപ്പോൾ ഇസ്സമ്മല, ഇസ്സാമല എന്നായി. ഓക്കെ ആണോ? എവിടെ? യെസ്, വസ്ലിൻ്റെ ഹംസ കസ്റാക്കപ്പെട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഫസാറ അതായി തീർന്നു. എന്തായി തീർന്നു? ഇഫഅല വ ഇഫഅല എന്നായി തീർന്നു. ഇഫഅല വ ഇഫഅല എന്നായി തീർന്നു. വയുഖാലു ലഹുമാ ഇതിന് പറയപ്പെടും, ഈ രണ്ടെണ്ണത്തിനും പറയപ്പെടും ബാബുൽ ഇഫഉൽ, ബാബുൽ ഇഫഉൽ എന്ന് പറയും. നഹ്വു ഇസ്സമ്മുൽ ഇസാഖുൽ പോലെ, ഇസ്സമ്മുൽ ഇസാഖുൽ പോലെ. യെസ്, ക്ലിയർ? യെസ്, എവിടെ? നിദ? യെസ്, ഓക്കെ. തസ്രീഫുഹുമാ അവ രണ്ടിനെയും സർഫാക്കൽ. ഇസ്സമ്മല ഉണ്ടോ? ഇസ്സമ്മല, യസ്സമ്മൽ. ഔല അല്ല, ഇത് അല്ല, ഇത്സമ്മലാന്ന് എന്തായാലും ആവും. തസമ്മലാന്നും പറയാം. ഇതങ്ങനെ വരുമ്പോൾ ഈ ഫാ ഫീലി 11 അക്ഷരങ്ങളിൽപ്പെട്ട ഒന്നായിട്ട് വരുമ്പോൾ ഇങ്ങനെയും മാറ്റിമറിക്കാം. അതപ്പോൾ പറഞ്ഞു. ഇതേ പറ്റുള്ളൂ എന്നല്ല, ജാസ എന്നല്ല ഇവിടെ പറഞ്ഞു. ഇവിടെ കണ്ടങ്ങൾ ജാസ എന്നാണ് പറഞ്ഞത്. ജാസ
അനുവദനീയമാണെന്നാണ്. മറ്റേതും പറ്റും. തസമ്മല യത്തസമ്മലു തസമ്മുലെന്നും സർഫാക്കാം. ഇങ്ങനെ വരുമ്പോൾ ഇസ്സമ്മല യസ്സമ്മലു എന്നും ആക്കാം. ഇസ്സമ്മലാന്ന് എങ്ങനെയായി എന്നതിനുള്ള കാരണമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. മനസ്സിലായോ ജുമാന? മുസമ്മിൽ എന്ന് കേട്ടില്ല നിങ്ങൾ സൂറത്ത്? യാ അയ്യുഹൽ മുസമ്മിൽ, അത് മുത്തസമ്മിലും എന്നാണ് അതുണ്ടാവുക. തസമ്മല യത്തസമ്മലു തസമ്മുലൻ ഫഹുവ മുത്തസമ്മിൽ, അത് മുസമ്മിൽ എന്നായതാണ്. അപ്പോൾ ഇവിടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തപ്പോൾ തഫഅല എന്നത് ഇഫഅല എന്നും തഫാഅല എന്നത് ഇഫഅല എന്നും ആയിത്തീർന്നു. നഹ്വു ഇസ്സമ്മുല് ഇസ്സാഖുല് പോലെ സർഫാക്കാം നമുക്ക്. തസ്രീഫുഹുമാ ഇസ്സമ്മല യസ്സമ്മലു ഇസ്സമ്മുലൻ ഫഹുവ മുസമ്മിലുൻ. മുസമ്മിലുൻ കേട്ടോ, മുസ്സി എന്ന് പറയക്കല്ലേ, മുസമ്മിലുൻ. വ ഉസ്സുമ്മില യുസ്സമ്മലു ഇസ്സമ്മുലൻ ഫഹുവ മുസമ്മലുൻ. അൽ അംറു മിൻഹു ഇസ്സമ്മൽ ലിയസ്സമ്മൽ ലിയുസ്സമ്മൽ വന്നഹ്യു ലാ തസ്സമ്മൽ ലാ യസ്സമ്മൽ ലാ യുസ്സമ്മൽ. ദഖല ദഖല തദഖല. തദഖല എന്നതെങ്ങനെ ഈ രൂപത്തിലേക്ക് മാറും? മാറിയാൽ എങ്ങനെയാണ് ആവുക? നിത നിത പറയട്ടെ. എന്തായി മാറി? അപ്പൊ എന്തായി മാറി? തദഖല എന്നത് അതിന്റെ മുമ്പ് ഒരു പണി, ചെറിയൊരു പണി എടുത്തിട്ടുണ്ട്. താഇനെ ദാലാക്കി മറിച്ചു പറയണം കേട്ടോ. പിന്നെ ലാസ്റ്റ് കഴിഞ്ഞോ? ആയപ്പോ തീർന്നോ? അല്ലെങ്കിൽ അർക്കത്തുണ്ടല്ലോ, ദാലിന് അല്ലെങ്കിൽ അർക്കത്ത്. ഇദ്ഗാം ചെയ്തപ്പോഴും അർക്കത്ത് കൊടുക്കേണ്ടതില്ല, ഓൾറെഡി അവിടെ ഉണ്ട്. ദഖല എന്നല്ലേ, ദഖല എന്നാണ്. ആ സുക്കൂനുള്ള ദാല് ഹർക്കത്തുള്ള ദാല് ഇദ്ഗാം ചെയ്തപ്പോൾ ദഖല എന്നായി. ഇനി ലാസ്റ്റ് ഒരു പണി കൂടി ഉണ്ട്. യെസ്, ജുമാനന്റെ മുമ്പ് കാശിഫ പറയട്ടെ. അതിൽ പെട്ടതല്ലേ? ഇല്ല അല്ലേ, ദാലുള്ളൂ. സലിമ അല്ലേ, സലിമ. തസല്ലമ. തസല്ലമ എന്നത് എങ്ങനെ ഇങ്ങനെ വരും പറയൂ?
ഹംസത്തിന്റെ വസിലല്ല, വസിലിന്റെ ഹംസ. ഹംസത്തിന്റെ വസില് പറഞ്ഞാല് ആ വസിലിന്റെ ഹംസ. ആ പറഞ്ഞോ, ശരിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. സർഫാക്ക്. ആ ആ മുസല്ലിമൻ. ഓക്കെ, പിന്നെ ഏ ഉം, ഉം, ഉം. യെസ്, യെസ്, ഓക്കെ. ജുമാനക്ക് ഒന്ന് എളുപ്പമുള്ളത് കൊടുക്കാം അല്ലേ? ലറബ കൊടുക്കാം, ലറബ. കേട്ടോ, ലാദയിൽ പെട്ടതാണ്. തദറബ ഇതിലേക്ക് എങ്ങനെ വരിക? പറ. ആ, ആ, ആ. ഉം, ഉം, ഉം. സർഫാക്ക്. ഉം, 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 ഉം. ആ, ഓക്കെ, വെരി ഗുഡ്. ഫായിസ എവിടെ? പറഞ്ഞൂടെ ഒന്ന്? പുറത്താണോ? അല്ല. ഓക്കെ, ഒന്ന് വളരെ എളുപ്പമുള്ളതൊന്ന് പറയാം അല്ലേ? ഉം. ശക്കറ, തശക്കറ. തശക്കറ എങ്ങനെയായിട്ട് വരും? പറഞ്ഞു. ഏ ഏത്? ആ, ഓക്കെ. തശക്കറ അതിന്റെ ഫാ ഫീല് ഏതാ? ഏ ഷീന. ആ, ഓക്കെ. അപ്പൊ നേരത്തെ പറഞ്ഞ 11 ലെറ്ററിൽ ഒന്നായപ്പോ താഇനെ താഇന്റെ ഹർക്കത്ത് കളഞ്ഞു. മനസ്സിലായോ? താഇന്റെ ഹർക്കത്ത് കളഞ്ഞു. അപ്പൊ ത് ശക്കറ എന്നായി. ത് ശക്കറ. എന്നിട്ട് ത് എന്നുള്ളതിനെ ഷീനാക്കി മറിച്ചു. ഫ അതിന് ശേഷമുള്ളത് ഷീനാണല്ലോ, അപ്പൊ ഷീനാക്കി മറിച്ച് ഇദ്ഗാം ചെയ്തു. അപ്പൊ ഷിശക്കറ എന്നായി. എന്നിട്ട് ഇദ്ഗാം ചെയ്തപ്പോൾ ശക്കറ എന്നായി. തുടക്കത്തിൽ ഒരു വസ്ലിന്റെ ഹംസ കെസ്റ് വെക്കപ്പെട്ട വസ്ലിന്റെ ഹംസയെ കൊണ്ടുവരപ്പെട്ടു. അപ്പൊ ഇശക്കറ എന്നായി. ഓക്കെ, പൈസ. ഇനി ഒന്ന് സർഫാക്കി നോക്കട്ടെ. ഉഷുക്കിറ. ഉഷുക്കിറ. യുശക്കറു. യുശക്കർ. ഒരുപാടൊരു ശക്കറായി മാറിയില്ലേ? യെസ്. അതേപോലെ തന്നെയാണ് അടുത്തതും. അടുത്തതുണ്ട് നിങ്ങൾ ഇസാക്കല.
അവിടെ അത് തന്നെയാണ്. തസാക്കല എന്നുണ്ടാവുക. തസാക്കല. തഫാഅലയാവുമ്പോൾ തസാക്കല. അതിൻ്റെ ഫ ഫിഅല് സ ആയി വന്നപ്പോൾ ആ താഇൻ്റെ ഹർക്കത്തിനെ കളഞ്ഞു. അപ്പോൾ തിസാക്കല എന്നായി. താഇനെ ശേഷമുള്ള ഫ ആക്കി മറിച്ചു. അപ്പോൾ ഫ ഇവിടെ സ ആണ്, സ ആക്കി മറിച്ചു. സിസാക്കല എന്നായി. ഇദ്ഗാം ചെയ്തു. സാക്കല എന്നായി. തുടക്കത്തിൽ അലിഫ് കൊടുത്തു. ഇസാക്കല എന്നായി. ഇസാക്കല യസാക്കലു ഇസാക്കുലൻ ഫഹുവ മുസാക്കലുൻ. മുസാക്കിലുൻ കേട്ടോ. ഇവിടെ ആ മുസാക്കിലുൻ വ ഉസ്സൂഖില യുസാക്കലു ഇസാക്കുലൻ ഫഹുവ മുസാക്കലുൻ. അൽ അംറു മിൻഹു ഇസാക്കൽ ലിയസാക്കൽ ലിയുസാക്കൽ വന്നഹ്യു ലാ തസാക്കൽ ലാ യസാക്കൽ ലാ യുസാക്കൽ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. എളുപ്പല്ലേ? കുഴപ്പമില്ലല്ലോ. ഞാൻ റീസബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത് ചെയ്തോ? കാശിഫ ചെയ്തു, നിത ചെയ്തു, പൈസ ചെയ്തു. ഓക്കെ. ഞാൻ വാല്യുവേഷൻ നടത്തിയില്ല. എല്ലാത്തിൻ്റെ ഉത്തരം ചെയ്തില്ലേ? നീ അടിയാലല്ലോ. യെസ്. അൽ വസ്നു സാലിഫ്, മൂന്നാമത്തെ വസ്ന്. ഇതുകൂടി പറയാം കേട്ടോ. ഇതിന് ശേഷം ഇതിൻ്റെ ഒരു മുത്തഫരി ഉണ്ട്, അത് നമുക്ക് അടുത്ത ദിവസം പറയാം. അൽ വസ്നു സാലിഫ് ഇഫ്തഅല. ഇഫ്തഅല ഇഫ്തഅല ബിസിയാദത്തിൽ ഹംസത്തി വത്തായി. ഹംസയും താഉം അധികം. യുഖാലു ലഹു ബാബുൽ ഇഫ്തിആൽ. ഇഫ്തിആൽ ബാബ് എന്നാണ് ഇതിന് പറയുക. നഹ്വുൽ ഇഹ്തിമാൽ, ഇഹ്തിമാൽ പോലെ. തസ്രീഫുഹു ഇഹ്തമല യഹ്തമിലു ഇഹ്തിമാലൻ ഫഹുവ മുഹ്തമിലുൻ വ ഉഹ്തുമില യുഹ്തമലു ഇഹ്തിമാലൻ ഫഹുവ മുഹ്തമലുൻ. അൽ അംറു മിൻഹു ഇഹ്തമിൽ ലിയഹ്തമിൽ ലിയുഹ്തമൽ വന്നഹ്യു ലാ തഹ്തമിൽ ലാ യഹ്തമിൽ ലാ യുഹ്തമൽ. യെസ്. ഓക്കെ അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കി. ഒരു 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 ഫീൽ ഇപ്പോൾ ഏതാ തരും നിങ്ങൾക്ക്? ലറബ ആയിക്കോട്ടെ. നിത. ദഖല. ആരാ പറയാ? കാശിഫ. അല്ലെങ്കിൽ സെലിമ ആയിക്കോട്ടെ. സെലിമ. എവിടെ കാശിഫ? എവിടെ? ഫസലിൻ്റെ അംസൻ്റെ ഒപ്പം പോയോ? ഇസ്തലമ. യെസ്. ഇസ്തിലാമ. ഈ ഉദാഹരണം കണ്ടിട്ടാണ് അത് മാറിപ്പോണു അല്ലേ? ഇതിൽ നോക്കണ്ട, നോക്കാൻ സർപ്പാക്കിയാണ്. ഇസ്തലമ യസ്തലിമു.
അതിലേക്ക് നോക്കിയിട്ട് തന്നെ പറഞ്ഞു. അതിലേക്ക് നോക്കിയിട്ട് തന്നെ പറഞ്ഞു അതുണ്ടായത്. ഏ ഇസ്തലിം ലിയസ്തലിം ലിയുസ്തലം വന്നഹ്യു ലാ തസ്തലിം ലാ യസ്തലിം ലാ യുസ്തലം. യെസ്. ആ യെസ്. യെസ്, വെരി ഗുഡ്, ക്ലിയർ. ഫായിസ പറയട്ടെ. ഇതൊക്കെ എളുപ്പമുള്ളത് കൊടുക്കാം. ഏതാ കൊടുക്കുക? അലിമ. അലിമ ആയിക്കോട്ടെ. അലിമ എളുപ്പ പറഞ്ഞോ. എഴുത്തലമ. ആ ആ എഴുത്തലിമു. ആ എഴ് ആ എ- ആ ആ എഴുത്തുലിമ. അതൊക്കെ ഇതിലേക്കൊണ്ട് വരികയാണത്. ആ ആ ഉം, ആ ഉം. എഴുത്തലിം. എഴുത്തലിം. ആ ആ ആ എഴുത്തലം. ആ ലാ യുഴുത്ത ലം ട്ടോ. മജ്ഹൂലാണ് വരിക. ലാസ്റ്റത്തെ മജ്ഹൂൽ. മറ്റോടത്തും എന്താണ് ലി യുഴുത്ത ലം. അമ്രാകുമ്പോഴും മജ്ഹൂലുണ്ട്. ഇത് നിങ്ങൾ എഴുതി പഠിക്കണം. ഒരു 5 ഫീലുകൾ നിങ്ങൾ എഴുതണം. നാളെ നബിദിനത്തിന്റെ പരിപാടി എന്നാ? നാളെയാണോ നിങ്ങളുടെ നാട്ടില്? കുട്ടികളെ പരിപാടിക്ക് നാളെ എല്ലാവരും? ഞങ്ങളവിടെ മറ്റന്നാളാണ്, ബുധനാഴ്ച. അപ്പൊ നാളെ നിങ്ങൾ അവിടെ ഇല്ലെങ്കിൽ നാളെ എടുക്കാലോ എന്ന് കരുതി. നാളെ നിങ്ങളെ പരിപാടിയാണ് അല്ലേ? അപ്പോൾ മറ്റന്ന് തന്നെ ആക്കാം. പടച്ചോനെ, അതെന്താ അങ്ങനെ? കുറേ കുട്ടികളുണ്ട് ക്ലാസ്സിൽ. അപ്പം മറ്റന്ന് നമ്മുടെ ക്ലാസ് ആണെങ്കിൽ ഇതൊക്കെ പങ്കെടുക്കാൻ കഴിയില്ല. എന്നാൽ മറ്റന്നത്തെ ക്ലാസ് നമുക്ക് വേറെ ദിവസമാക്കാം അല്ലേ? നാളെ 19, 24. ആ അത് 26ന്റെ ക്ലാസ് നമുക്ക് മാറ്റാം. പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടിയൊക്കെ ഉണ്ടാവും അവിടെ നിങ്ങളുടെ നാട്ടിലൊക്കെ? ഏഹ് എന്തോന്ന് പറയട്ടെ. നമ്മുടെ
കാശിഫാൻ്റെ അവിടെ എങ്ങനെ നബിദിന പരിപാടിയൊക്കെ എങ്ങനെ? വലിയ പരിപാടിയായിട്ടുണ്ടാവും. അവിടെ മുസ്ലിംസ് ഇല്ലേ അപ്പോൾ? മൗലിദൊക്കെ ഉണ്ടാവില്ലേ സുബിക്ക്? ഓക്കെ, അപ്പോൾ നാളെ ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാം നമുക്ക്? ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ഏതാ നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഓ, ഞാൻ അതിലേക്ക് വരാൻ നിൽക്കുമ്പോഴേക്കും അത് പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാവ്? നബിതങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ രാവ് അള്ളാഹുവിനെ കണ്ട രാത്രി, റജബ് 27. എന്നാൽ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ രാവ് അത് നബിതങ്ങൾ ജനിച്ച രാവാണ്. ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ള സമയമാണ് എന്ന് ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രാത്രിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ കുറച്ച് സ്വലാത്തൊക്കെ കൂടുതൽ ചൊല്ലുക. സാധാരണ നമ്മൾ ഉറങ്ങുന്ന സമയത്തേക്കാൾ കുറച്ച് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് കുറച്ച് വൈകി ഉറങ്ങുക. സ്വലാത്തൊക്കെ ചൊല്ലി മൗലിദൊക്കെ ചൊല്ലി. മൗലിദ് ഓതിയില്ലേ എല്ലാവരും? എന്താണ് ചീരണിയൊക്കെ ഉണ്ടാക്കിയത്? എന്താ കാശിഫാൻ്റെ വീട്ടിൽ എന്താ ചീരണി മൗലിദിന്? ചീരണി എന്താ കൊടുത്തത്? ചീരണി എന്ന് പറഞ്ഞാൽ അറിയില്ല? മധുരം കൊടുക്കൂലേ ലാസ്റ്റ്? ആ, എന്തായിരുന്നു ഒന്ന്? ഈന്തപ്പഴം. ആ, നിതൻ്റെ വീട്ടിൽ എന്തായിരുന്നു ചീരണി? എന്ത് പായസം? പായസ. മുട്ടപ്പാലട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാധാ പാലട പോലെ തന്നെ അതിൻ്റെ കൂടെ പുറത്ത് കോഴിമുട്ടയും കഴിക്കില്ല? ആ ആ ഓക്കെ. നമ്മുടെ ജുമാനൻ്റെ അവിടെ ഉണ്ടാവും മുട്ടമാല, മുട്ട മരം, കുറേ അങ്ങനെ സാധനം ഉണ്ടാവും. എന്താ ജുമാനൻ്റെ ചീരണി എന്താ? ജുമാനൻ ആ ഓ, ചക്കരച്ചോറ് എല്ലാ വീട്ടിലും എല്ലാ ദിവസവും? ആ ആ ഓക്കെ 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 ഓക്കെ. യെസ്. അപ്പോൾ ഈ രാത്രിയെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഒരു ചെറിയൊരു ബഹുമാനം, നമ്മൾ ആദരവ് കാണിക്കണം. ചില പ്രത്യേക സമയങ്ങൾക്ക് പ്രാധാന്യവും മഹത്വമുണ്ട്. അപ്പോൾ നല്ലൊരു വൃത്തിയോടുകൂടെ ഉളുവൊക്കെ ചെയ്ത് കുറച്ച് സമയം കൂടുതലിരുന്ന് കുറച്ച് സ്വലാത്തും കുറച്ച് വെറുതെയുടെ വരികളും ഒരുപാടൊന്നും വേണ്ട ചൊല്ലി രാവിലെ സുബഹിയുടെ മുമ്പ് എഴുന്നേൽക്കണം. 4:56 ഇവിടെ ബാങ്ക്.
നിങ്ങളൊരു 3:30 എഴുന്നേൽക്കുക. ഉറങ്ങുകയാണെങ്കിൽ കേട്ടോ, ഉറങ്ങണം എന്ന് നിർബന്ധമൊന്നുമില്ല. 3:30 എഴുന്നേറ്റ് ഫ്രഷായി ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സുള്ള ഉള്ളതിൽ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് അത്തറൊക്കെ തേച്ച് തഹജ്ജുദ് നിസ്കരിച്ച് സുബഹിയോടടുത്ത സമയം വരെ മൗലിദ് പാരായണം ചെയ്യുക. സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ നിർത്തുക. സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞേക്ക് ദുആ ചെയ്യുക. എന്നിട്ട് നിസ്കരിക്കുക, പള്ളികളിലൊക്കെ ചെയ്യുന്നത് പോലെ. അപ്പം നബി തങ്ങളുടെ ജന്മം സുബഹിയോടടുത്ത സമയമാണ്. ആ സമയത്ത് നമ്മൾ നല്ലൊരു സംഗതിയായി നല്ല വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടാവും. നല്ല വൃത്തിയുള്ളൊരു റൂമിൽ നല്ല മട്ടത്തിലിരിക്കുക. വീട്ടിലെല്ലാവരും, സ്ത്രീകളൊക്കെ എല്ലാവരും ഇരിക്കുക. ആരും വരുന്നില്ലെങ്കിലും നമ്മളെന്ത് ചെയ്യുക. എന്നിട്ട് നല്ലൊരു മൗലിദ് ഓതുക, ഒരു യാസീൻ ഓതുക, നന്നായിട്ട് ദുആ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്, ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ചിലപ്പോൾ ഈ ഒരു ബഹുമാനവും ആദരവുമായിരിക്കും അല്ലാഹു സ്വീകരിക്കുക. വലിയൊരു മഹത്വമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ പ്രത്യേകം ദുആ ചെയ്യാം. മാതാപിതാക്കൾക്ക് വേണ്ടിയും ഉസ്താദുമാർക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും ബന്ധുക്കൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം ദുആ ചെയ്യും. അത് നമ്മുടെ കടമയാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികളാകുന്ന നമ്മുടെ കടമയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നല്ല വിജയം നൽകും. നബി തങ്ങളോടുള്ള സ്നേഹം നമുക്കുണ്ടാകണം. ഈ റബീഉൽ അവ്വൽ 12 മുതൽ അടുത്ത റബീഉൽ അവ്വൽ 12 ഇടയ്ക്ക് നമ്മൾ മുമ്പ് ചെയ്യാത്തൊരു സുന്നത്തായ കർമ്മം നമ്മൾ തുടർത്തിക്കൊണ്ടുപോകും. അങ്ങനെ ഓരോ വർഷം കഴിയുമ്പോഴും ഒരു സുന്നത്ത് എന്ത് ചെയ്താൽ മതി, വർദ്ധിപ്പിച്ചാൽ മതി. നമ്മൾ ചെയ്യുന്ന സുന്നത്തുകളേക്കാൾ ഒരു സുന്നത്ത് നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടുപോകാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വലിയ മാറ്റം ഉണ്ടാകും. നബി തങ്ങളോടുള്ള സ്നേഹം ഉണ്ടാകും. നബി തങ്ങൾക്ക് സലാം പറയുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്ന സമയം നബി തങ്ങളിലേക്ക് അത് എത്തും. നമ്മൾ എത്തുമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പാലക്കാട് നിന്ന് ഒരാൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്നല്ല എത്തുക. കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ ആലത്തൂർ താലൂക്കിൽ ഇന്ന പഞ്ചായത്തിൽ ഇന്ന വാർഡിൽ ഇന്ന, അതായത് നമ്മളെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ പേരും വിഷയങ്ങളൊക്കെ നബി തങ്ങൾക്ക് പറഞ്ഞു തരും. നബി തങ്ങളുടെ മനസ്സിൽ നമ്മളുണ്ടാവും. അപ്പോൾ നമുക്ക് പ്രയാസം വരുന്ന, പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നമുക്ക് ശഫാഅത്ത് നബി തങ്ങൾ ചെയ്യും. അല്ലാഹു നമുക്കൊക്കെ ഇത്തരം സൗഭാഗ്യങ്ങൾ നൽകട്ടെ. അതൊന്ന് നന്നായി ദുആ ചെയ്യുക. ഈ പറഞ്ഞ രൂപത്തിൽ പ്രഭാത മൗലിദിൽ പങ്കെടുക്കുക. ഒരു സുന്നത്ത് നിങ്ങൾ ഈ റബീഉൽ അവ്വൽ 12 ബന്ധപ്പെട്ട് വർദ്ധിപ്പിക്കുക. സാധാരണ ചെയ്യാത്തൊരു അധികം സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാം. റെഡിയല്ലേ? യെസ്. ഞാൻ ഇന്നലെ ഒരു ക്ലാസ്സിൽ നമ്മുടെ ആണുങ്ങൾക്ക് അഹ്ലു സുഫൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അവിടെ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞപ്പോൾ 3 കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ പറഞ്ഞു. അതിൽപ്പെട്ട ഒന്നാണ് ഇന്ന് നോമ്പ് നോക്കാൻ, സുന്നത്ത് നോമ്പ് നോക്കാൻ, തിങ്കളാഴ്ച ഇന്ന്. അതുപോലെ ഒരു സ്വതക്ക ചെയ്യാൻ പറഞ്ഞു. അതുപോലെ പാവപ്പെട്ട ഒരാൾക്ക് സ്വതക്ക ചെയ്യുക. അതുപോലെ സുന്നത്തായ നോമ്പ് നോക്കുക.
വേറൊരു കാര്യം കൂടി പറഞ്ഞു അവരോട്. അപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടെ അത് ഏറ്റെടുത്തു. 3 കാര്യം. അതുപോലെ നിങ്ങളോടും പറയാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ-റഹീമീനായ അല്ലാഹ്, പരിശുദ്ധമായ ഈ രാവിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് ഞങ്ങൾ പഠിച്ചത് പഠിപ്പിച്ചത് നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന ചെറിയ കർമ്മങ്ങൾ ഇരട്ടി ഇരട്ടി പ്രതിഫലങ്ങൾ നൽകി നീ സ്വീകരിക്കണമല്ല. വലിയ വലിയ സന്തോഷങ്ങൾ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കണമല്ല. ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമല്ല. ഞങ്ങളുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കണമല്ല. ഞങ്ങളുടെ കടങ്ങളൊക്കെ ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരണമല്ല. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മക്കൾ, ഭാര്യ, സന്താനങ്ങൾ എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യണമല്ല. ഹബീബായ മുത്തുനബി തങ്ങളുടെ ശഫാഅത്തിൽ ഞങ്ങളെ ചേർക്കണമല്ല. മുത്തുനബി തങ്ങളോടുള്ള മഹബത്ത് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിക്കണമല്ല. പല പ്രാവശ്യം മദീനയിൽ സിയാറത്ത് ചെയ്യാനും മക്കയിൽ പോയി ഹജ്ജും ഉംറകളും നിർവഹിക്കാനും മറ്റ് മസാറുകളിൽ സിയാറത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا ولوالدينا ولأساتذتنا ولجميع المؤمنين وارحمنا وإياهم بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين. ഓക്കെ, ഇപ്പോൾ പ്രത്യേകം ദുആ ചെയ്യാം. ശരി.